ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനമായിട്ടുള്ള ചില വസ്തുതകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 28 സംസ്ഥാനമാണുള്ളത്. 8 കേന്ദ്രഭരണ പ്രദേശവും ഉണ്ട്. ഡൽഹി ഉൾപ്പെടെ 8 കേന്ദ്രഭരണ പ്രദേശവും 28 സംസ്ഥാനവുമാണ് ഇന്ത്യയിലുള്ളത്. അതിനകത്ത് 9 സംസ്ഥാനത്ത് കടൽ തീരമുണ്ട്. അതുപോലെ കടൽ തീരമുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് കടൽ തീരമുണ്ട്. കടൽ തീരമുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 സംസ്ഥാനങ്ങളാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിൽ നിന്ന് തുടങ്ങാം, പടിഞ്ഞാറ് നിന്ന് തുടങ്ങാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീസ, പശ്ചിമ ബംഗാളാണ്. അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്തിലും ഏറ്റവും കുറവുള്ളത് ഗോവയിലുമാണ് കടൽ തീരമുള്ളത്. ഇനി രാജ്യാന്തര അതിർത്തിയും കടൽ തീരവുമുള്ള ഈ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് ഗുജറാത്തും രണ്ടാമത്തത് പശ്ചിമ ബംഗാളുമാണ്, വെസ്റ്റ് ബംഗാളുമാണ്. രാജ്യാന്തര അതിർത്തിയും കടൽ തീരവും ഇല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഹരിയാന, തെലുങ്കാന പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അതിർത്തികളുമില്ല, രാജ്യാന്തര അതിർത്തിയുമില്ല, കടൽ തീരവും ഇല്ല. ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. അത് കഴിഞ്ഞ് ചെറുതിൽ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് സിക്കിമിനുമാണ്. 4 കേന്ദ്രഭരണ പ്രദേശം ഉണ്ടെന്ന് പറഞ്ഞു. ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലി 1, അടുത്തത് പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ കേന്ദ്രഭരണ പ്രദേശം, അടുത്തത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം, ലക്ഷദ്വീപ് ആൻഡ് ഡൽഹി. ഇത്തരത്തിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് ഡൽഹി, പിന്നെ അതുപോലെ ഛത്തീസ്ഗഡ്, ഇതൊക്കെ എന്താണ്, കേന്ദ്രഭരണ പ്രദേശമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ളതെല്ലാം എന്താണ്, കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പോൾ ഈ കേന്ദ്രഭരണ പ്രദേശത്ത് തന്നെ എന്താണ്, കേന്ദ്രഭരണ പ്രദേശത്ത് കടൽ തീരം ഉള്ളത് 4 എണ്ണമാണ്. ഏതിനൊക്കെയാണ്? ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലി, പുതുച്ചേരി അഥവാ പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഇത്തരത്തിൽ 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് മാത്രം അതിർത്തി ഉണ്ട്, സമുദ്ര അതിർത്തി ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ സമുദ്രാതിർത്തി ഉള്ളത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ്. ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഗുജറാത്തിനാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. ഇനി അതുപോലെ തന്നെ തീരശോഷണം സംഭവിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളാണ് തീരശോഷണം സംഭവിക്കുന്ന സംസ്ഥാനം. ഇനി ഇന്ത്യയുടെ അടിസ്ഥാന വിവരമായിട്ടുള്ള ഇന്ത്യയുടെ വിസ്തീർണം നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ വിസ്തീർണം ചോദിച്ചു കഴിഞ്ഞാൽ 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ലോകത്തിലെ കരഭാഗത്തിന്റെ ഏകദേശം 2.42% ഇന്ത്യയാണ്. അതായത് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിൽ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 7ാം സ്ഥാനമാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ജനസംഖ്യയിൽ 2ാം സ്ഥാനം. തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത്, അതായത് തെക്ക് തമിഴ്നാട്ടിലെ കന്യാകുമാരി മുതൽ വടക്ക് ഇന്ദിരാക്കോൾ വരെയുള്ള നീളം എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ ആണ്. എന്നാൽ കിഴക്കു പടിഞ്ഞാറൻ ദൂരം, അതായത് കിഴക്കു പടിഞ്ഞാറൻ ദൂരം എന്ന് പറയുന്നത് 2933 കിലോമീറ്റർ ആണ്. ആകെ കര അതിർത്തി എന്ന് പറയുന്നത് 15,200 കിലോമീറ്റർ ആണ്. സമുദ്രാതിർത്തി എന്ന് പറയുമ്പോൾ 7,516 ആണ്. ഇന്ത്യയുടെ രാജ്യാന്തര അതിർത്തി കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ 16 സംസ്ഥാനങ്ങളാണ്. കൂടുതൽ കടന്നു പോകുന്നത് പശ്ചിമ ബംഗാളിലൂടെയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് 8 സംസ്ഥാനങ്ങളുമായിട്ടും ഡൽഹി എന്ന ഒരു കേന്ദ്രഭരണ പ്രദേശവുമായിട്ടും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ഉത്തർപ്രദേശാണ്. ഏറ്റവും കുറച്ച് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് സിക്കിമാണ്. സിക്കിമും മേഘാലയയും ഉണ്ട്. ഇനി അയൽ രാജ്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. 28 സംസ്ഥാനങ്ങളിൽ 16 സംസ്ഥാനങ്ങൾ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്നവയാണെന്നും ഈ 16 സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് കേരളമല്ല ഇന്ത്യയുടെ ഭൂമിശാസ്ത്രവും ജനതയും എന്നൊക്കെ ഉള്ള കാര്യം പെട്ടെന്ന് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളൊന്ന് ഇൻസൈറ്റിൽ ഒറ്റവട്ടം ഒന്ന് നോക്കി വരാം. ഒറ്റൊരു സ്ട്രെച്ചിന് കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇന്ത്യ ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ജനസംഖ്യയിൽ ലോകത്ത് 2ാം സ്ഥാനവുമുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ലോക ഭൂവിസ്തൃതിയുടെ
2.42% വരുന്ന ഇന്ത്യയുടെ വിസ്തീർണം 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റിനും 37 ഡിഗ്രി 6 മിനിറ്റിനും പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റിനും 97 ഡിഗ്രി 25 മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം. 15,200 കിലോമീറ്റർ കര അതിർത്തിയും 7,517 കിലോമീറ്റർ കടൽ തീര ദൈർഘ്യവും, അതായത് ആൻഡമാൻ നിക്കോബാറിന്റെയും ലക്ഷദ്വീപ് ദ്വീപസമൂഹത്തിന്റെയും തീരപ്രദേശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്കുണ്ട്. 3,214 കിലോമീറ്ററാണ് തെക്കു വടക്ക് നീളം. കിഴക്കു പടിഞ്ഞാറൻ ദൈർഘ്യം 2,933 മീറ്റർ ആണ്. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലഡാക്കിലെ ഇന്ദിര കോൾ ഇന്ത്യയുടെ വടക്കേയറ്റവും ഗ്രേറ്റ് നിക്കോബാറിലെ ഇന്ദിര പോയിന്റ്, അതായത് പാഴ്സൺസ് പോയിന്റ്, പിഗ്മാലിക് പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പോയിന്റ് ഇന്ത്യയുടെ തെക്കേയറ്റവുമാണ്. അരുണാചൽ പ്രദേശിലെ കിബൂത്തു കിഴക്കേയറ്റവും ഗുജറാത്തിലെ കച്ച് ജില്ലയിലുള്ള ഗുഹാർ മോത്തി പടിഞ്ഞാറേ അറ്റവുമാണ്. കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം എന്നറിയപ്പെടുന്നത്. ഉത്തരായന രേഖയും മാനക രേഖാംശവും. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി ഉത്തര അക്ഷാംശം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നുപോകുന്നത്. 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഇതനുസരിച്ച് ഉത്തർപ്രദേശിലെ മിർസാപൂരിലെ സമയമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമായി കണക്കാക്കുന്നത്. ഉത്തർപ്രദേശിന് പുറമെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീസ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലൂടെയും മാനക രേഖാംശം കടന്നുപോകുന്നു. ഗ്രീനിച്ച് മാനക രേഖാംശത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ് ഇന്ത്യൻ സമയം, അതായത് 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം എന്ന് പറയുന്നത്. അയൽക്കാരും അതിർത്തികളും. വടക്ക് ഹിമാലയ പർവ്വതനിരയും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് ബംഗാൾ ഉൾക്കടലും ഇന്ത്യക്കൊരു പ്രകൃതിദത്ത അതിരുകളായി നിലനിൽക്കുന്നു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ് എന്നീ 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നു. മാലിദ്വീപ്സ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപരാഷ്ട്രങ്ങളായ ശ്രീലങ്കയും മാലിദ്വീപ്സും അയൽ രാജ്യങ്ങളുമാണ്. ബംഗ്ലാദേശുമായാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് 4,096 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്, 106 കിലോമീറ്റർ. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. നിലവിൽ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശവുമാണുള്ളത്. 2014 ജൂണിൽ നിലവിൽ വരുന്ന തെലങ്കാനയാണ് ഒടുവിൽ രൂപം കൊണ്ട സംസ്ഥാനം. ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം റദ്ദാക്കിയതോടെ 2019 ഓഗസ്റ്റ് 31-നാണ് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വരുന്നത്. 2020 ജനുവരി 26-ന് ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നിവയെ ലയിപ്പിച്ചുകൊണ്ടുള്ള ഒറ്റ കേന്ദ്രഭരണ പ്രദേശവും നിലവിൽ വന്നു. ഇവയ്ക്കു പുറമെ ഡൽഹി, ഛത്തീസ്ഗഡ്, പുതുച്ചേരി അഥവാ പോണ്ടിച്ചേരി, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങൾ എന്നിവയാണ് മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ. നിലവിൽ ലഡാക്ക് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ്. ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഉത്തർപ്രദേശിലും കുറവ് സിക്കിമിലുമാണ്. എന്നാൽ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറും 2011 സെൻസസ് പ്രകാരം കുറഞ്ഞത് അരുണാചൽ പ്രദേശുമാണ്. ഉയർന്ന സാക്ഷരതാ നിരക്ക് കേരളത്തിനും കുറഞ്ഞത് ബീഹാറിനും ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ നോക്കിയതുപോലെ അതിർത്തി രേഖകൾ കൂടി വായിച്ചാൽ റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയും, ഇന്ത്യ ചൈന അതിർത്തി മൻമോഹൻ ലൈനും, തീൻ ബഹാർ കോറിഡോർ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയും, പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ ഇന്ത്യ ശ്രീലങ്ക അതിർത്തിയും, ഇന്ത്യ മാലിദ്വീപ് അതിർത്തി 8 ഡിഗ്രി ചാനലും, ഡ്യൂറൻ ലൈൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയും ആണ്.